ഹരിയാനയിലെ ഫരീദാബാദിൽ 18 മാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ അമ്മ ഓടയിലെറിഞ്ഞു കൊന്നു. ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. നമുക്കത് മനസ്സിൽ കാണാൻ കഴിയില്ല. 10 മാസക്കാലം ചുമന്ന് പ്രസവിച്ച് 18 മാസക്കാലം വളർത്തിയ കുഞ്ഞിനെ ഒരമ്മ ഓടയിലെറിഞ്ഞു കൊല്ലുക എന്ന് പറഞ്ഞാൽ മാതൃത്വത്തിനോടുള്ള ഒരു നമ്മുടെ മനോഭാവം പോലും മാറിയെന്നിരിക്കും. വരട്ടെ, ആ അമ്മയെ കുറ്റപ്പെടുത്താൻ വരട്ടെ, കാരണം അന്വേഷിക്കണ്ടേ നമുക്ക്. കാരണം കാണുന്നത് ആ കുട്ടിയെ കൂടി വളർത്താനാവില്ല, ദാരിദ്ര്യമാണ് പ്രശ്നം. ആ ഒരു കുട്ടിയെ കൂടി വളർത്താനാവില്ല എന്ന് അവർക്ക് തോന്നി, അല്ലെങ്കിൽ അതിന് കഴിയാത്ത സ്ഥിതിയിലാണ്. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് വർഷം മുമ്പ് വേറൊരു വാർത്ത കണ്ടു. അത് അജ്മീറിൽ നിന്നാണ്. ഒരമ്മ തൻ്റെ 2 കുട്ടികൾക്ക് പാലിൽ വിഷം കൊടുത്തു കൊന്നു. അവിടെയും പ്രശ്നം കുട്ടികളെ വളർത്താൻ കഴിയുന്നില്ല, അതിനുള്ള വരുമാനമില്ല, ദാരിദ്ര്യമാണ് പ്രശ്നം. ദാരിദ്ര്യം ഈ ലോകം കാണുന്ന ഏറ്റവും വലിയ ദയനീയമായൊരു സത്യമാണ്. ഭീകരമായൊരു സത്യമെന്നും വേണമെങ്കിൽ പറയാം. ചില കണക്കുകളുണ്ട്. ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, അവരുടെ കണക്കനുസരിച്ച് നമ്മുടെ രാജ്യത്ത് 234 ദശലക്ഷം ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലാണ്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ളത് ഇന്ത്യയിലാണ്. ലോക മഹാശക്തിയായി മാറാൻ പോകുന്നു എന്ന് പറയുന്ന ഈ നമ്മുടെ സ്വന്തം രാജ്യത്ത് 234 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 23.4 കോടി ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രയും ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ കഴിയുമ്പോൾ വേറൊരു കണക്കൂടി നമ്മൾ നോക്കണം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, വിശപ്പിൻ്റെ, ദാരിദ്ര്യം ഒന്ന്, വിശപ്പ് അതിനേക്കാൾ മറ്റൊന്ന് പട്ടിണി. ആ ഹങ്കർ ഇൻഡെക്സിൽ ലോകത്ത് 123 രാജ്യങ്ങളിൽ 102ാമത്തെ സ്ഥാനത്താണ് നമ്മൾ. നമുക്ക് താഴേക്ക് വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വിശപ്പ് അനുഭവിക്കുന്ന, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, പട്ടിണി അനുഭവിക്കുന്ന ആളുകൾ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളതിൻ്റെ കണക്കെടുത്താലും നമുക്ക് തീരെ ചെറിയ ഒരു അക്കം മാത്രമേ ഉള്ളൂ പുറകോട്ട്. 102, 123ൽ 102. പട്ടിണിയും ദാരിദ്ര്യവും ഈ രാജ്യത്തിൻ്റെ മുഖമുദ്രയാണെന്ന്, ജീവിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന്, പൊള്ളുന്ന യാഥാർത്ഥ്യമാണെന്ന് അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണ്ടേ? നമ്മളെന്താ പറയുന്നത്? നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറാൻ പോകുന്നു. ലോകത്തിലെ 2ാമത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്നു. ഇന്ത്യ എല്ലാത്തിനെയും മറികടക്കാൻ കഴിവുള്ള മഹാരാജ്യമാണെന്ന് പറയുന്നു പ്രധാനമന്ത്രി അടക്കമുള്ള മുഴുവൻ നേതാക്കളും. പക്ഷേ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് നമ്മുടെ കൺമുന്നിൽ അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ ഓടയിലെറിഞ്ഞു കൊല്ലാൻ നിർബന്ധിതമാകുന്നൊരു സാഹചര്യം. ഈ സാഹചര്യം വരുമ്പോൾ വേണം നമ്മളിപ്പോൾ നടക്കുന്ന ചില സമരങ്ങൾ കാണാൻ. ഇപ്പോൾ ഇതേ സ്ഥലത്ത് ഫരീദാബാദിൽ സമരം നടന്നു. 7,000-8,000 രൂപയാണ് മാസശമ്പളം ഫാക്ടറി ജീവനക്കാരൻ്റെ ആണെന്ന് ഓർക്കണം. അത് വർദ്ധിപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടി സമരം ചെയ്ത് 18,000 ആക്കുന്നു. 18,000 ആക്കിയാൽ ഒരു ദിവസം എത്ര രൂപ കിട്ടും? 30 കൊണ്ടേ ഇരിക്കണ്ടേ? ആ പണം കൊണ്ട് ഒരു കുടുംബത്തിന് എങ്ങനെ ജീവിച്ചു പോകാൻ കഴിയും? മറ്റു ഭാഗങ്ങളിൽ ഇപ്പോഴും സമരം തുടരുകയാണ്. എവിടെയൊക്കെയാണ്? നോയിഡയിലും, അതേപോലെ തന്നെ അത് UP, അതിനപ്പുറത്തേക്ക് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ സമരം വ്യാപിക്കുന്നു. അവിടെ ഈ 18,000 പോലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ആ മിനിമം വേജസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ സമരത്തിലാണ്. എന്തിനാണ് മിനിമം വേജസ്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നേരത്തെ ആഹാരം തൻ്റെ വീട്ടുകാർക്ക്, അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ മക്കൾക്കും ഒക്കെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ, അതിന് കഴിയണമെങ്കിൽ ഒരു അടിസ്ഥാനപരമായൊരു വേതനം വേണ്ടേ? അതിൽ പോലും കിട്ടാത്ത സ്ഥിതിയിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് പുറമെയാണ് ഇന്നിപ്പോൾ നിങ്ങൾ വാർത്ത കണ്ടു. എന്താണ്? ഗ്യാസിൻ്റെ വില വർദ്ധിക്കുന്നു. അത് വാണിജ്യ സിലിണ്ടറിനും ഇപ്പോൾ വർദ്ധിപ്പിച്ചുള്ളൂ. പക്ഷേ നമ്മുടെ തൊട്ട് പുറകെയുള്ള വാർത്ത എന്താണ്? ഗ്യാസിനും പെട്രോളിനുമൊക്കെ അടുത്ത ആഴ്ചയിൽ വില വർദ്ധിക്കും. ഇത് വർദ്ധിപ്പിക്കാതെ മാറ്റി വെച്ചിരുന്ന തെരഞ്ഞെടുപ്പ് കാരണമാണ്. ഇറാൻ അമേരിക്ക യുദ്ധം വന്നപ്പോൾ ഇവിടെ ഗ്യാസിന് പ്രതിസന്ധി വന്നാൽ അതിനെ പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഒരു രാജ്യം കണ്ടുപിടിക്കണ്ടേ? അതിന് നമ്മൾ കഴിയുന്നില്ല. പകരം രാജ്യത്തെ ജനങ്ങളുടെ ചുമലിലേക്ക് കൂടുതൽ ഭാരം അത് കെട്ടിവെക്കുന്നു. അവരുടെ വരുമാനം വർദ്ധിക്കുന്നില്ല. പട്ടിണിയും ദാരിദ്ര്യവും അതിങ്ങനെ വല്ലാതെ മനുഷ്യനെ, പാവപ്പെട്ട സാധാരണക്കാരനായ മനുഷ്യനെ ഞെക്കിക്കൊന്നുകൊണ്ടേയിരിക്കുന്നു. പാവം ദുർബലകളായ നമ്മുടെ അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും ഉപേക്ഷിക്കേണ്ടി വരുന്നു. എന്തൊരു ഗതികേടാണ്! ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചിത്രം. അപ്പോഴും
എല്ലാത്തിനെയും തെരഞ്ഞെടുപ്പ് വിജയത്തിനായി മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നൊരു ഭരണകൂടത്തിൽ നമ്മൾ ഡൽഹിയിൽ കാണും. അവിടുത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് വരാം. ഇന്നലെ ഹൈക്കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് അത് 20,000-ലേറെ വരും. അവർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനുള്ള അവസരം കൊടുക്കാൻ ഇനി കഴിയില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കണം, കഴിഞ്ഞ മാസം 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ 9-ാം തീയതി തൊട്ട് ഇന്ന് വരെയുള്ള ഇത്രയും ദിവസമുണ്ടായിട്ട് ഏതാണ്ട് ഒരു മാസത്തിനടുത്ത ദിവസങ്ങളുണ്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് വോട്ട് കൊടുക്കാനുള്ളൊരു സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതെത്രയോ കുറ്റകരമായ അനാസ്ഥയാണ്. നമ്മുടെ മനുഷ്യരുടെ അടിസ്ഥാന അവകാശമല്ലേ വോട്ടവകാശം. ആ വോട്ടവകാശം എല്ലാവരും വിനിയോഗിക്കണമെന്ന് പറഞ്ഞ് എത്രയോ ലക്ഷം രൂപയുടെ പരസ്യം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജോലികൾ നിർവഹിക്കുന്ന ആളുകൾക്ക് പോലും വോട്ടവകാശം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു സുതാര്യതയും അതിൻ്റെ നിഷ്പക്ഷതയും എങ്ങനെയാണെന്നുള്ളതിനെപ്പറ്റി രണ്ടാമതൊന്ന് ചിന്തിക്കാൻ ജനങ്ങൾ തയ്യാറായാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? തെരഞ്ഞെടുപ്പ് വിധി നമുക്കറിയാം. കേരളത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അത് വലിയ ഭൂരിപക്ഷങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. 20 മണ്ഡലത്തിൽ 1000 വോട്ട് വീതമായാൽ പോലും 500 വോട്ട് വീതമായാൽ പോലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് നിർണായകമാകും. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ്. ഇനി അതൊന്നുമില്ലെന്നിരിക്കട്ടെ, ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എവിടെ അധികാരം? അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ ഈ ജീവനക്കാരൻ്റെ വോട്ടിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെയുള്ള വോട്ടിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളതിനെപ്പറ്റി ആലോചിച്ചു പോകും. ഷെഡ്യൂൾ തയ്യാറാക്കിയപ്പോഴും നമ്മൾ കണ്ടു. ഞാൻ ആ കാര്യത്തിലേക്ക് ദീർഘമായി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അതിന് പുറമെ ചില വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ഫ്ലെക്സുകൾ ഉയരുന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും. മുഖ്യമന്ത്രിമാർക്കാണ്, ഭാവി മുഖ്യമന്ത്രിമാർ ഫ്ലെക്സുകളിൽ എഴുന്നേറ്റ് വരുന്നു, ജീവിക്കുന്നു, അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. പല സ്ഥലങ്ങളിലാണ്, കേരളത്തിൻ്റെ പല സ്ഥലത്തും. അത് ഇന്നയാളെന്നില്ല. UDF ഭൂരിപക്ഷം കിട്ടുമെന്ന് വിശ്വസിച്ച് UDFൻ്റെ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്ന് അവർ തന്നെയോ അല്ലെങ്കിൽ അവരുടെ അനുയായികളോ പറയുന്ന ആളുകളുടെ ഫ്ലെക്സുകൾ ഉയരുന്നു, അവരുടെ പറ്റിയിട്ടുള്ള പരസ്യങ്ങൾ വരുന്നു, അവരെപ്പറ്റി പുസ്തകങ്ങൾ ഇറങ്ങുന്നു. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം. ടീം UDF എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്. അവർ ചില വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, സർപ്രൈസുകൾ ഉണ്ടാവും അവർ പറഞ്ഞിരുന്നു. ഇതൊരു വല്ലാത്ത സർപ്രൈസാണ്. തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ മത്സരം ഇതിനു മുമ്പ് UDFൽ പോലും ഉണ്ടായിട്ടില്ല. സാധാരണ UDFലാണല്ലോ ഇത്തരം അധികാര മത്സരങ്ങൾ കാണുന്നത്. ഇപ്പോഴേ അവിടെ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള മത്സരം, ഇങ്ങനെയുള്ള മത്സരം, ഇന്ന ആൾക്ക് മുഖ്യമന്ത്രിയാക്കണം, മത്സരിച്ച ആൾക്കാവണം, മത്സരിക്കാത്ത ആളിനെ ആക്കണം, ഭൂരിപക്ഷം MLAമാരുടെ അഭിപ്രായം അനുസരിച്ചാവണം എന്നൊക്കെ ചിലർ പറയുമ്പോൾ പേര് നേരെ പറയുന്ന ചില നേതാക്കളെയും നമ്മൾ കാണുന്നു. അപ്പോൾ അധികാരത്തിലേക്കുള്ള ഒരു സാധ്യത കണ്ടാൽ UDF എന്തായിത്തീരും എന്ന് നമുക്കറിയാം. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തു നിന്നും അത്തരം വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ കാണുന്ന നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. പല കാര്യങ്ങളും അവരൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് സതീശൻ്റെ ഒരു പ്രസ്താവന, അതെന്താണ്? കറണ്ട് കട്ടുണ്ടായാൽ ഞങ്ങൾ സമരം ചെയ്യും. യൂത്ത് കോൺഗ്രസ് സമരരംഗത്തിറങ്ങി. കറണ്ട് കട്ടുണ്ടായാൽ ഞങ്ങൾ സമരം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സമരരംഗത്ത് ചില യൂത്ത് കോൺഗ്രസ്സുകാർ ഇറങ്ങിക്കഴിഞ്ഞു. ഏതെങ്കിലും രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ വന്നാൽ ആരും സമരം ചെയ്യരുത് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴെങ്കിലും തയ്യാറാവണ്ടേ? ഈ കറണ്ട് കട്ടില്ല എന്ന് മന്ത്രി പറയുന്നു, അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്ങോ അല്ലെങ്കിൽ ഈ ലോഡിനെ നിയന്ത്രിക്കുന്നുള്ള മാർഗം എന്തും ആവട്ടെ, അത് വരുന്ന സാഹചര്യം ഏതാണ്? അഭൂതപൂർവമായ ഒരു ചൂട്, ഉഷ്ണം നമ്മുടെ നാട്ടിലുണ്ടാവുന്നു. കാലാവസ്ഥയിൽ വന്ന വ്യതിയാനമാണത്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുന്നു. അതിൻ്റെ പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുന്ന മറ്റു ചിലതും സംഭവിച്ചു. ഗ്യാസിൻ്റെ ദൗർലഭ്യം. അപ്പോൾ ഗ്യാസിൻ്റെ ദൗർലഭ്യം വന്നപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് വ്യാപകമായി ആളുകൾ നീങ്ങി. ചൂട് കൂടിയപ്പോൾ വ്യാപകമായി AC, എല്ലാ കടകളിലും ഇപ്പോൾ AC സ്റ്റോക്കില്ല കടകളിൽ, ആ നിലയിലേക്ക് മാറുന്നു. അങ്ങനെ അഭൂതപൂർവമായ രീതിയിൽ ഇലക്ട്രിസിറ്റി ഉപഭോഗം വർദ്ധിച്ചാൽ സ്വാഭാവികമായും നിയന്ത്രണങ്ങൾ വേണ്ടി വരില്ലേ? അതിനും അപ്പുറം ഇതിനെയൊക്കെ കാണാൻ നമുക്ക് കഴിയേണ്ടതാണെന്നുള്ളതിനെ പറ്റി സംശയമില്ല. പക്ഷേ ഞാൻ കാണുന്ന കാര്യം, നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഈ കേരള ഇലക്ട്രിസിറ്റി ബോർഡിനെതിരെ സമരം ചെയ്യുമെന്ന് പറയുന്ന ഈ മഹാനേതാവ് ഈ ഗ്യാസിൻ്റെ ദൗർലഭ്യമുണ്ടാക്കിയ പ്രധാനമന്ത്രിയുടെയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ BJPയുടെയോ ഗവൺമെൻറ്റിനെതിരെ ഒരു വാക്കും പറയുന്നില്ല.
അവിടെ യുദ്ധമുണ്ടായി, ശരിയാണ്. ആ യുദ്ധമുണ്ടായാൽ ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യത്ത് അത്തരമൊരു സാഹചര്യം വന്നാൽ ആ ഗ്യാസിൻ്റെ ദൗർലഭ്യം പരിഹരിക്കാൻ എന്തെല്ലാം രാജ്യങ്ങളിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും? നമുക്കെന്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു? അപ്പോൾ അത്തരം കാര്യങ്ങളിലെ മുൻകരുതലുകൾ എന്തുകൊണ്ടൊരു ഗവൺമെൻറ് സ്വീകരിച്ചില്ല? ഗ്യാസ് എന്ന് പറയുന്നത്, കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നല്ലേ? ഇവിടുത്തെ സ്ത്രീകളെപ്പറ്റി, അവരുടെ ബുദ്ധിമുട്ടുകളെപ്പറ്റി ഏറെ സങ്കടപ്പെടുന്ന പ്രധാനമന്ത്രി ഒരിക്കലും അടുക്കളയിൽ നിൽക്കുന്ന സ്ത്രീകൾ ഗ്യാസ് ഇല്ലാതെ വന്നാൽ ബുദ്ധിമുട്ടുന്നത്, ചെറുകിട തട്ടുകിടക്കാരൻ പോലും കച്ചവടം നടത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് ഓരോ കാര്യങ്ങളിലും കാണുന്നില്ലേ? അതിനെതിരെ ഒരു സ്വരം, ഒരു വാക്ക് പ്രതിഷേധത്തിൻ്റെ സ്വരമുയർത്ത പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ഉത്തരവാദിത്വരഹിതമായി യാതൊരു രീതിയിലുള്ള ഗൗരവതരമായ സമീപനങ്ങളും പൊതുവായ പ്രശ്നങ്ങളിൽ എടുക്കാത്തൊരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആരും അധികാരത്തിൽ വരട്ടെ, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾക്ക് വേണ്ടി ഏത് പ്രതിപക്ഷ നേതാവും സമരം ചെയ്യട്ടെ. ആ സമരങ്ങളോടൊപ്പം ജനങ്ങളുണ്ടാകും എന്നുള്ള സംശയമില്ല. പക്ഷേ ഉത്തരവാദിത്വ ബോധം എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകന് നിർബന്ധമായി ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ്.